ട്രിവാൻഡ്രത്തിലെ ഓരോ ആൾക്കാർക്കും അവരവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചായക്കടകളുണ്ട്. സോ ചിലർക്ക് പെട്ടിക്കട ആയിരിക്കാം, ചിലർക്കൊക്കെ കഫേ ആയിരിക്കാം. സോ ഞാൻ ഇന്ന് കുറച്ച് പെട്ടിക്കടയിലും കഫേയിലൊക്കെ പോയിട്ട് അതുപോലെ ബെസ്റ്റ് ടീ ഇൻ ട്രിവാൻഡ്രം എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. സോ അവസാനം ഏതാണ് ബെസ്റ്റ് ടീ എന്നുള്ള ക്രൗണും അവർക്ക് കൊടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഓരോ ചായ റേറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ടേസ്റ്റ് വെച്ച്, പിന്നെ പ്രൈസ് വെച്ച്, പിന്നെ ആ അവിടുത്തെ ചായക്കടയിലെ ആംബിയൻസ് അത് വെച്ച്, പിന്നെ ഇവിടെ റിട്ടേൺ ബാക്ക്, അതായത് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകും. അറിഞ്ഞൂടാ, നോക്കാം എവിടെയൊക്കെ തിരിച്ചു പോകും, എവിടെയൊക്കെ തിരിച്ചു പോകില്ലെന്ന്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയണത്. സ്റ്റിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മളെ ഫസ്റ്റ് ഷോപ്പായ വെട്ടിക്കട തന്നെയാണ്. ഒരു ചേട്ടൻ ചായ അടിക്കുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് പ്രൈസ് റേഞ്ചിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ചായ കിട്ടിയിരിക്കുന്നു. സോ ഞാൻ മീഡിയം ചായയാണ് പറഞ്ഞത്. ഇത് ചായക്ക് 10 രൂപയാണ് പറഞ്ഞത്. സോ അബ്സല്യൂട്ട് വാല്യൂ ഫോർ മണിയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. 10 രൂപയ്ക്ക് ചായ എന്ന് പറയുമ്പോൾ നോർമലി എല്ലായിടത്തും കിട്ടുന്ന ചായയാണ്. സോ പ്രൈസിന് ഓഫ് കോഴ്സ് 10 പോയിന്റ്സ് ആണ്. ആൻഡ് ടേസ്റ്റ് ഓക്കെ, 10 രൂപയ്ക്ക് നമുക്ക് ഇത് പറ്റാൻ പറ്റുള്ളൂ. ഫോർ ദ ടേസ്റ്റ് അബൌട്ട് 6 to 7. 6 കൊടുക്കാം. ആംബിയൻസ് നിങ്ങൾ തന്നെ നോക്കിട്ട് പറയാം. റോഡ് സൈഡാണ് ഗൈസ്. And for the atmosphere, personally, I like it very much. But as a general audience, it's about 6. പിന്നെ നമ്മുടെ നാലാമത്തേത്, would I come back? Yeah, sure, of course. Chai is my favorite. And 10 rupees chai is my most favorite. I will come back for sure. So total നിങ്ങൾ സ്ക്രീനിൽ കാണാം. So yes guys, ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടെ എല്ലാ സ്ഥലത്തും പോയിട്ട് ലാസ്റ്റ് നമുക്കൊരു റിവ്യൂ ചെയ്യാം. സോ ബൈ. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് പ്ലേസിൽ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ചായ്ക്കാരി. കണ്ടാണല്ലോ. സോ വി ആർ ഗോയിങ് ടു കമ്പയർ ദ ചായ് ഹിയർ. ഇവിടെ ഒരു ചായക്ക് 25 rupees ആണ് പറയുന്നത്. സോ let the chai come and decide. So guys, നമ്മുടെ ചായ ഇട്ടിരിക്കുകയാണ്. കപ്പ് ആൻഡ് സോസിലാണ് ഇരിക്കുന്നത്. ഒരു പ്രീമിയം ഫീൽ. പ്രീമിയം പ്രീമിയം അല്ല, but കപ്പ് ആൻഡ് സോസ്. So let me taste it. ആ ചായയുടെ എസൻസ് നല്ല വൃത്തി കിട്ടുന്നുണ്ട് ചായയില്. ഓരോ സിപ്പ് എടുക്കുമ്പോഴും നെക്സ്റ്റ് സിപ്പിലോട്ട് പോകാനായിട്ടുള്ള ടെംപ്റ്റേഷൻ കൂടുന്നുണ്ട്. ടോപ്പ് നോച്ച്. ആംബിയൻസ് ഒക്കെ ടോപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ചായ കുടിച്ചാൽ സൂപ്പർ മെമ്മറി ആയിരിക്കും. കാരണം ഇറ്റ്സ് എ വണ്ടർഫുൾ ടീ മാൻ. ഗുഡ് ചായക്കാരി. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ചായക്കാരി ആയിരുന്നു. ഇവർക്ക് കുറെ ബ്രാഞ്ചസ് ഉണ്ട്. This one is good tea. So for the value for money, 25 rupees for this tea. Absolute best. Yeah. Top notch tea. And value for money is 9 on 10. 9 on 10. For the taste, it's again 9 on 10. For the ambience, ഇരിക്കാൻ അത്ര സ്പേസ് ഇല്ല. നിങ്ങൾ കണ്ടു കാണാമല്ലോ, കുറച്ച് നെരുക്കമാണ് എല്ലാവരും ഇരിക്കാനായിട്ട്. So yeah, for the ambience, മോശമല്ല, പക്ഷെ ആംബിയൻസ് ഇച്ചിരി കൺജസ്റ്റഡ് ആണ്. So yeah, 6 on 10. Would I come back? Surely for this team, will come.
ചായ അടിക്കുന്നത് ഇവിടെ ഒരു ബംഗാളി ചെക്കനാണ്. മലയാളി മലയാളി ഒന്നുമല്ലല്ലോ. ചായ നന്നായി പോകെ. അടുത്ത ഭാവിയിലെ പ്രൈം മിനിസ്റ്റർ ആവോ? അടുത്ത പ്ലേസിലോട്ട് പോവാം. ബൈ. സോ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് പ്ലേസ് ആണ് ചായ്ക്കൽ. ഇത് ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്. സോ കവടിയാർ. സോ ഇവിടുത്തെ ഒരു ചായയുടെ പ്രൈസ് എന്ന് പറയുന്നത് 45 റുപ്പീസാണ്. ഓക്കെ, 45 റുപ്പീസിന് വാല്യൂ ഫോർ മണി ആണോ? ടേസ്റ്റ് എങ്ങനെയാണ്? ആംബിയൻസ് എങ്ങനെയാണ്? എല്ലാം നമുക്ക് നോക്കാം ഗൈസ്. When I come back, let me bring the chai. So guys, ഇനി ചായ ഇട്ടിരിക്കുന്നു. So let me taste it and first impression അറിയാം. ഗൈസ്, ഇത് ഇവരുടെ കഴുത്ത് മസാല എന്ന് പറഞ്ഞാൽ തന്നെ ടേസ്റ്റ് നിങ്ങളെ ഈ ബിരിയാണി മസാല വെച്ച് ചായ ഉണ്ടാക്കി കുടിക്കണം. ആ ടേസ്റ്റ് ദൈവമേ, ഇത് കൊള്ളൂല. കഴുത്ത് മസാല ഇവിടെ ഒന്ന് ട്രൈ ചെയ്യില്ലായിരുന്നു. എനിക്ക് കുടിക്കാനായിട്ട് തോന്നില്ല. ടേസ്റ്റ് അബ്സല്യൂട്ട് 45 റുപ്പീസിന് ക്വാണ്ടിറ്റി കുറെ ഉണ്ട് ഗൈസ്. അത് പറഞ്ഞ 200 ml ആണ് ക്വാണ്ടിറ്റി. 200 ml വയറ് നിറയ്ക്കാനാണെങ്കിൽ 200 ml 45 റുപ്പീസ് 5 rating ആണ്. Not that much value for money because the taste. സ്പെഷ്യൽ മസാല. ഓ, പുള്ളിക്കാരൻ എന്റെ യൂട്യൂബ് ചാനൽ ചോദിച്ചു. എടുത്തു കൊടുത്തിട്ട് പുള്ളിക്കാരൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തു. മൈൻഡ്സെറ്റിന്റെ പേരില് ആംബിയൻസ് ടോപ്പ് നോച്ച്, സൂപ്പർ ആംബിയൻസ് 9 out of 10. आपका यूट्यूब चैनल का ओ, വേറെ പുള്ളിക്കാരൻ वाला मेरा यूट्यूब. താങ്ക് യു. എല്ലാവരും ഇവിടെ ഫ്രണ്ട്ലി ആണ്. സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതൊന്നും ഒരു കുറവില്ല. ആംബിയൻസ് ഒക്കെ ടോപ്പാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കവടിയാർ മെയിൻ റോഡ്. Ambience, it's 10 out of 10. Yeah, of course, ambience for sure, taste and the value for the money, no. Would I come back? For the ambience, maybe yes. Not for the chai. Not for the chai. ഗൈസ്, ചെറുതായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരു ചേച്ചി ഇവിടെ പരിചയപ്പെട്ടു. സോ യെസ് ചേച്ചി, പേരെന്താ? സജിന. സജിന. യെസ്, സജിന ചേച്ചിക്ക് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. പുള്ളിക്കാരി ഇൻഫ്ലുവൻസർ ആണ്. ശരിക്ക് അടിപൊളി ഫോട്ടോസ് ആണ് കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ഞാന് വ്ളോഗിങ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് നല്ല ഭാവിയുണ്ട്, ഫ്യൂച്ചറുണ്ട്. ഗൈസ്, എന്നെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറയണം. ഗൈസ് കമന്റ്. ഇനി ഞങ്ങളുടെ എല്ലാം ഞങ്ങളുടെ ചേട്ടനുണ്ട്. ചേട്ടൻ ഞാനും കൂടെ ഭയങ്കര ഞങ്ങൾ ഇൻസ്റ്റയിൽ ഫോട്ടോ ഇവരുടെ കപ്പിൾസ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആൾക്കാരാ. 24K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഫോട്ടോഗ്രാഫർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്യും കേട്ടോ. ഓ താങ്ക് യു താങ്ക് യു ശ്യാം, താങ്ക് യു വെരി മച്ച്. യെസ് ബൈ. നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ, അടിപൊളി ഫ്യൂച്ചർ ആയിരിക്കും കേട്ടോ. താങ്ക് യു. ഫോട്ടോഗ്രാഫറാണ്.
ഫോട്ടോഗ്രാഫർ മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീങ് സൂപ്പർ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത്, ഞങ്ങൾ ഫോട്ടോ എങ്ങനെ എടുക്കണോ, ഒറ്റയ്ക്ക് എടുക്കണോ, എങ്ങനെ സെൽഫി ആയിട്ട് എടുക്കണോ, അപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ചേച്ചി ചേട്ടാ ഫോട്ടോ എടുക്കണോ എന്ന് ചോദിച്ചിട്ട്. അത് ഇപ്പോഴത്തെ ജെൻസി കുട്ടികളുടെ ഇടയിൽ കാണാൻ പറ്റാത്തതാണ്. ഇങ്ങനെയൊക്കെയുള്ള മക്കളെ കിട്ടുന്നത് ദൈവത്തിന് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഭാഗ്യമാണ് കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു. ബൈ ഗൈസ്. യെസ്, സോ നമ്മളിപ്പം പരിചയപ്പെട്ടു സജന ചേച്ചി. സോ പുള്ളിക്കാരി എനിക്ക് ഒരു ചായ ഒക്കെ വാങ്ങിച്ചു തന്നു. ഇപ്പം ഞാൻ 3 കഫേയിലും പെട്ടിക്കടയിലും പിന്നെ കുറച്ചും കൂടെ റേറ്റ് ആയിട്ട് നമുക്ക് 45 റുപ്പീസ്. നമ്മളങ്ങനെ കുടിക്കാറില്ല ചായ ഒന്നും, ഞാൻ കുടിക്കാറില്ല ബേസിക്കലി. 45 റുപ്പീസിൻ്റെ ചായയോ 25 റുപ്പീസിന് പോലും നമ്മളെ 10 റുപ്പീസിൻ്റെ ചായയാണ് കുടിക്കാറ്. ഞാൻ അങ്ങനെ 3 ഡിഫറെൻറ്റ് ചായ കമ്പയർ ചെയ്തു. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്ത് നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിച്ച്, എനിക്ക് ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി, സോ അതും ഹെൽപ്പ് ചെയ്ത്. സോ അത് കഴിഞ്ഞിട്ട് ഒരു റിവാർഡ് പോലെയല്ല, അവർ ജസ്റ്റ് എൻ്റെ അവരുടെ സ്നേഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചു തന്നെയാണ് ആ ചായ. എന്നിട്ട് അവർ പറഞ്ഞു, അവർ ഇൻവൈറ്റ് ചെയ്തു, നെക്സ്റ്റ് ഒരു കൊളാബൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. യെസ്, ആ ചായ കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയി. സോ അത് റേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഔട്ട് ഓഫ് 10 എന്നൊന്നും ഹാപ്പിനെസ്. സോ it's not about the chai, it's not about the place, it's about the memory you create when you drink a chai. That's the power of a tea. ഇപ്പോൾ വലിയ ആൾക്കാരായ പോലും ഒരു ചായ കുടിച്ചിട്ട് ഒരു സംഭാഷണം, യെസ്, ഇറ്റ് വിൽ സ്ട്രൈക്ക് ആൻ ഐഡിയ ഫോർ ദം. അതാണ് എനിക്ക് മനസ്സിലായത്. അവസാനം ഞാൻ ആരെയും ക്രൗൺ ചെയ്യാൻ പോകുന്നില്ല, ആരാണ് ചായക്കാരിയോ ചായക്കൾട്ടോ പെട്ടിക്കടയോ അങ്ങനെയൊന്നുമില്ല. എവിടെ പോയിച്ചിട്ട് ചായ കുടിച്ചാലും create a memory and do what you like. യെസ്, ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് താങ്ക് യു സജ്ന ചേച്ചി and നൗഫൽ ചേട്ടൻ. ഓക്കെ, യെസ് ഗൈസ്, comment your favorite tea shop or your favorite tea memory in the comments section, and don't forget to subscribe the channel. കുറേ ചാലഞ്ചസ് ഞാൻ ചെയ്തിട്ടുണ്ട്. Yes, thank you guys. Bye. Subscribe to Malayali from Kerala. Bye.